സിമ്പിളായിട്ട് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനും നോമ്പ് തുറക്കാനൊക്കെ നല്ലതാണ്. അല്ലെങ്കിലും കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ പഴുത്ത പഴം, അത്യാവശ്യം നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഇങ്ങനെ കുഞ്ഞു 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 പീസാക്കിയിട്ട് ഒരു പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി നെയ്യാട്ടോ ഒഴിച്ചത്. നെയ്യ് ഒഴിക്കുക, ഒരു 2 സ്പൂൺ നെയ്യൊക്കെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച പഴം ഇങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് വഴയല്ല, ഒന്നൊരു കളറൊക്കെ മാറുന്ന വരെ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരിയൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സ്പൂൺ നമ്മൾ ആവശ്യത്തിന്, നമുക്ക് എത്ര മധുരം വേണമെന്നുള്ള ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അതിനിങ്ങനെ സോട്ട് ചെയ്ത് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ എടുക്കുമല്ലോ. പിന്നെ ഇപ്പം ഞാൻ ഇട്ടത് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് ഏകദേശം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഏലക്കായൻ്റെ പൊടിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലോണം ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടും. അങ്ങനെ നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കണ്ടോ ഒന്ന് മുരിഞ്ഞ് കിട്ടി. ഈ പഴമൊക്കെ ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയി കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക. അതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഹെൽത്തി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ ചെറിയ ദോശ പോലെ ചുട്ടെടുക്കുക. സാധാരണ മൈദദോശ പോലെ ചുട്ടെടുക്കുക. മൈദദോശയിൽ ഈ ഏലാച്ചി ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റായി കിട്ടും കേട്ടോ. കാരണം ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത മിക്സാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിന് ചെറിയൊരു മധുരം ഉണ്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ പോലെ അപ്പോൾ 2 സൈഡ് എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം ചുട്ടിട്ട് എടുക്കുക. ഭയങ്കര സ്ട്രോങ് ആയി അങ്ങനെ ആക്കണ്ട. അപ്പോൾ ചിലരിങ്ങനെ സിമ്മൊക്കെ ആക്കി വെക്കുമല്ലോ. സിമ്മാക്കിയിട്ട് പൊതുവെ അങ്ങനെയുള്ള സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ആക്കുമ്പോൾ ഇതിനൊരു കട്ടി കൂടും. അപ്പം അങ്ങനെ ആക്കണ്ട. നമ്മൾ അത്യാവശ്യം മീഡിയത്തിൽ മേലുള്ള ഫ്ലെയിം ഇട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ഇങ്ങനെ ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കൂട്ടുണ്ടല്ലോ, പഴത്തിൻ്റെ കൂട്ട് നിറച്ചിട്ട് നമ്മളിത് പല രീതിയിൽ മടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറച്ച് ഹാഫ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കും, റോൾ ചെയ്തിട്ട്. അപ്പം ഞാനിത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് പറ്റുന്നത് വെച്ചാൽ അങ്ങനെയാണ് ചെയ്തത്. നാലെണ്ണാക്കിയിട്ട് മടക്കിയിട്ടോ. അപ്പോൾ നമുക്കിത് ആ 2 സൈഡും കൂടി ഒന്ന് കൂട്ടി പ്രസ് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് കൂട്ടി പ്രസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കൂടിക്കോളും. അല്ലാണ്ട് മൈദയെ ഒട്ടിക്കുക അതിൻ്റെ പരിപാടിയൊന്നും വേണ്ട. ഇതിപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് വേണ്ട എല്ലാം അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഒരു പാത്രത്തിൽ ഞാനിതിപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയായിട്ട് എടുത്ത്, ഇനിയൊരു സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുത്താലും മതി. ഇങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നും വേണ്ട, 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇട്ടുള്ളൂ. അതൊന്ന് ചുറ്റിച്ച് കൊടുത്തു ഈ ചട്ടിയിൽ. നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അത്യാവശ്യം 2 സൈഡൊന്ന് മുരിഞ്ഞ് കിട്ടണവരെ എന്ത് ചെയ്യുക, ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ കുറച്ചിങ്ങനെ തള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് അധികം പഴയിട്ടുണ്ടായിരുന്നു അവസാനത്തെ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നല്ലോണം മുരിച്ചെടുത്താൽ. അപ്പോൾ നല്ലോണം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലോണം മുരിഞ്ഞ ഭാഗമാണെങ്കിൽ ആ മുരിഞ്ഞ ഭാഗത്ത് വേണം നമ്മൾ പഴമിട്ട് കൊടുക്കാൻ. എന്നിട്ട് മുരിയാത്ത അധികം വേവാത്ത ഭാഗത്ത് വേണം നമ്മൾ ഇവിടെ ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. കുട്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെടും. വൈകുന്നേരം ഈ സ്കൂളൊക്കെ ഇട്ട് വരുമ്പം കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അത്. അപ്പോൾ അത് 2 സൈഡൊക്കെ നായപ്പോൾ നമുക്കെടുക്കാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ. ആ തേങ്ങ കൊത്തൊക്കെ ഉള്ളതുകൊണ്ടേ തേങ്ങാച്ചീരൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ